അത്രയും ക്വാളിറ്റിയാണ്. വണ്ടിന് കൊണ്ടുപോയിക്കോട്ടെ ഷോറൂമുകൾ, ടയോട്ടന്റെ ഷോറൂമുകൾ കൊണ്ടുപോയിട്ട് മൊത്തം ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി, അത്രയും ഗ്യാരണ്ടിയാണ്. റീപ്ലേസിൽ ആക്സിഡന്റ് ഇല്ല, സെക്കൻഡ് ഓണർ ആണ്, ഫുൾ നമുക്ക് മെക്കാനിക് കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ്, വേറെ ഒരു റീപ്ലേസും വണ്ടിയിലില്ല. റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല അടിപൊളി സീറ്റ് കവർ ഉണ്ട്. നമുക്ക് ഈ വാഹനം 590 ആസ്കിങ്, മാക്സിമം റേറ്റ് കുറച്ചു കൊടുക്കുക, ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ്, പിന്നെ ഭയങ്കര ബോഡി വെയിറ്റ് ആണ് വണ്ടി, ബോഡി വെയിറ്റ് ഉള്ള വാഹനം. ഈ വാഹനം നമുക്ക് ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. ഫുള്ള് ലോൺ ചെയ്ത്. കിലോമീറ്റർ വന്നത് 55,000 ഡീസൽ ആണ്. ഫുള്ള് ലോണും 1 ലക്ഷം ക്യാഷ് ബാക്ക് ഉണ്ട് കേട്ടോ. ഡീസലിൽ ഫുൾ ലോൺ കൊണ്ടുപോട്ടെ ആളുകൾ. 85 നല്ലൊരു ഡസ്റ്റർ, താഴെയുള്ള ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി ഉണ്ട്, ടയർ ഭാഗങ്ങൾ ഫുള്ളാണ്. ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ്, കഴിഞ്ഞ മാസം എടുത്ത ഇൻഷുറൻസ് ആണ്. 25 വരെ ഇൻഷുറൻസ് വാലിഡിറ്റി ഉണ്ട്. വേറെ വണ്ടി വെൽ മെയിൻറ്റൈൻഡ്, നല്ല സൺറൂഫ് കാര്യങ്ങൾ, CVT ഓട്ടോമാറ്റിക്, CNG, മൈലേജ്, കുറഞ്ഞ മെയിൻ്റെനൻസ്. എത്ര നമ്മൾ ചോദിക്കുന്നത്? 6.5 ലക്ഷം രൂപ. സിംഗിൾ ഓണർ, ഫുൾ കമ്പനി സർവീസ്, വെൽ മെയിൻറ്റൈൻഡ്. ഡീസൽ ആണ്. i20 ആസ്റ്റ ഓപ്ഷനിൽ 17 ലാസ്റ്റ് മോഡൽ. അങ്ങോട്ട് ഒരു 50 രൂപ 70 രൂപ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റില്ല. ഫ്ലഡ് കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല. ടച്ച് സ്ക്രീന് അതൊക്കെ കമ്പനി വരുന്ന കേട്ടോ. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, നാവിഗേഷൻ, GPS, ലെതർ സീറ്റ്, എയർ ബാഗ്, ABS, അലോയ്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, എല്ലാ ഓപ്ഷനും വരും. W7 ആണ് വരുന്നത്. നാടി ചില്ല് പോലെ നമുക്ക് വണ്ടി കാണാം. ഇത് ഈ ഒരു ലുക്ക് പെയിന്റ് അടിച്ചൊന്നുമല്ല, അഡാർ ഈ കമ്പനി വരുന്ന കളറാണ്. അതിന്റെ യോജിപ്പന്നൊരു അലോയ് വീൽസ് അവർ ചെയ്തിട്ടുണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ 99% ഉണ്ട്. ഇൻഷുറൻസ് 9ാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട്. ഫുള്ള് ലോണും ഈ വാഹനത്തിൽ ചെയ്യാൻ പറ്റും. ഡീസലില് 15 കിലോമീറ്റർ മൈലേജും കിട്ടുന്നുണ്ട്. ഫുൾ കമ്പനി സർവീസ് ആണ്. സർവീസ് ബുക്ക്, സെക്കൻഡ് ജാബ് ഉണ്ട്. ഇതാണ് നമ്മളൊന്ന് കിട്ടിക്കാച്ചി കളക്ഷൻ ഒക്കെ ആയിട്ട് വീണ്ടും തവണ ഗംഭീര ഓഫറുകളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. 19ഓളം വാഹനങ്ങളുണ്ട്. അതിൽ 25ഓളം വാഹനങ്ങൾ നിങ്ങൾക്ക് 1 രൂപ പോലും മുടക്കാതെ കൊണ്ടുപോകാം. പിന്നെ അങ്ങനെ ചെറിയ ചെറിയ വാഹനങ്ങളൊന്നുമില്ല, നമുക്ക് സാധാരണക്കാരന് വേണ്ടിയിട്ട് നിങ്ങൾ സ്വിഫ്റ്റോ റിഡ്സ് ഒക്കെ നോക്കുന്ന പ്രൈസിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അല്ലെ SUV നിങ്ങൾ കൊടുക്കാം. അപ്പൊ നമ്മൾ 7 സീറ്ററുകൾ ഉണ്ട്. കോടികൾ വില വരുന്ന വണ്ടി, കോടികൾ വില വരച്ചിട്ടൊക്കെ നമ്മളെ ഫസ്റ്റ് പാർട്ടിൽ വന്നിട്ടുണ്ട്. സോ നിങ്ങൾ മിസ്സാക്കേണ്ട. അതും ഒറിജിനൽ കേരള ഫോർച്യൂണർ വെറും 50,000 കിലോമീറ്റർ അകത്ത് ഓടിയിട്ടുള്ള ക്രിസ്റ്റ വരുന്നുണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക്കലി ബ്രസ്സ, അങ്ങനെ ഇഷ്ടംപോലെ ഡീസൽ ഓട്ടോമാറ്റിക്, ഡസ്റ്റർ ഓട്ടോമാറ്റിക്, അങ്ങനെ ഓട്ടോമാറ്റിക് ഡീസൽ വാഹനങ്ങൾ, മാനുവല്, അങ്ങനെ മൈലേജ് കാര്യങ്ങൾ ഡെയിലി യൂസിനൊക്കെ നോക്കുന്നവർക്ക് ഇതാണ് നമ്മളെ RB മോട്ടോഴ്സിൽ പെരുന്നാളിന് വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ അവർ നമ്മളെ ഗംഭീര കളക്ഷൻസ് ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അതാവണു പിന്നെ നമ്മൾ RB മോട്ടോഴ്സിന്റെ വീഡിയോ അന്ന് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് സമീർക്ക് നമ്മളെ എങ്ങനെ ഇങ്ങോട്ട് എത്തിച്ചേരാം? മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ് നമ്മുടെ സ്ഥലം. വണ്ടൂർ തന്നെ പെരിന്തൽമണ്ണ റോട്ടിൽ, വണ്ടൂരിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയാൽ റിലയൻസിന്റെ ട്രെൻഡ്സ് കാണും. അതിന് തൊട്ട് ചാരി വ്യാപാരി ഭവൻ റോഡാണ്. ഉള്ളിലോട്ട് പോന്നു കഴിഞ്ഞാൽ 200 മീറ്റർ കഴിഞ്ഞാൽ നമ്മുടെ വീടും യാർഡും ഒരുമിച്ചാണ്. 50 വണ്ടികൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ പോളിഷിലോ അതിന്റെ അനുബന്ധ കാര്യങ്ങളായിട്ട് ഉണ്ടാവും. എന്തായാലും 50 വണ്ടികൾ നമ്മൾ സ്ഥിരമായിട്ട് സ്റ്റോക്ക് വെക്കാറുണ്ട്. ഒരുപാട് വണ്ടികൾ, 25ഓളം വണ്ടികൾ ഇപ്പം നിലവിൽ ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളാണ്. ഒരു വാഹനവും നിങ്ങൾക്ക് കംപ്ലൈന്റ് ഉള്ള വാഹനങ്ങളൊന്നും വിൽക്കൂല. എന്തെങ്കിലും മൈനസുകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങളോട് തുറന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയിട്ട് മാത്രമേ ഒരു വാഹനം നമ്മൾ കൊടുക്കാറുള്ളൂ. യെസ്. അപ്പൊ അതുകൊണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കും. അപ്പൊ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇടയിൽ വീഡിയോയിൽ പറയും. ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് നമുക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യം തുടങ്ങുന്ന ഒരു 7 സീറ്റർ എന്നാണ് SUV 500. അതിന്റെ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ അടാറ് വാഹനം തന്നെ പറയാം. നല്ല അടിപൊളി കളർ, നല്ല ഫാൻസി നമ്പർ 393, 2019 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, 4 പുത്തൻ ടയർ. അത്യാവശ്യം വേറെ ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല. ടച്ച് സ്ക്രീന് അതൊക്കെ കമ്പനി വരുന്ന കേട്ടോ. അതിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, നാവിഗേഷൻ, GPS, ലെതർ സീറ്റ്, എയർ ബാഗ്, ABS, അലോയ്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, എല്ലാ ഓപ്ഷനും വരും. W7 ആണ് വരുന്നത്. ന്യൂ മോഡൽ കേട്ടോ. 2019 ന്യൂ മോഡൽ വരുന്ന 19 ലാസ്റ്റ് വാഹനം. അതും
ഒരു ക്ലെയിമും റീപ്ലേസും ഇല്ല. നല്ല അടിപൊളി ഫാൻസി നമ്പർ ഉണ്ട്. W7 ആണ്, പുഷ് ബട്ടൺ വരുന്ന വാഹനമാണ്. നമുക്ക് ഈ നമ്പർ മറച്ചേക്കണ പരിപാടി ഒന്നുമില്ല. ഹിസ്റ്ററി ഒക്കെ എടുക്കാം, ഇൻഷുറൻസിൽ ഹിസ്റ്ററി ചെക്ക് ചെയ്യാം, വണ്ടിയിൽ ഹിസ്റ്ററി ചെക്ക് ചെയ്യാം, എല്ലാം എടുത്തിട്ട് വന്നാൽ മതി. ബട്ടൺസ് ഇപ്പൊ വണ്ടി വന്നിട്ടുള്ളൂ, പോളിഷ് ചെയ്തിട്ടില്ല. അതാണ് പോളിഷ് ചെയ്യാതെ കണ്ണാടി ചില്ല് പോലെ നമുക്ക് വണ്ടി കാണാം. ഇത് ഈ ഒരു ലുക്ക് പെയിന്റ് അടിച്ചൊന്നുമല്ല, അഡാർ ഈ കമ്പനി വരുന്ന കളറാണ്. അതിന്റെ യോജിപ്പെന്നൊരു അലോയ് അവർ ചെയ്തിട്ടുണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ 99% ഉണ്ട്. ഇൻഷുറൻസ് 9ാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട്. ഫുള്ള് ലോണും ഈ വാഹനത്തിൽ ചെയ്യാൻ പറ്റും. ഡീസലില് 15 കിലോമീറ്റർ മൈലേജും കിട്ടുന്നുണ്ട്. ഫുൾ കമ്പനി സർവീസ് ആണ്. സർവീസ് ബുക്ക് സെക്കൻഡ് ജാബ് ഉണ്ട്. ഈ വാഹനം നമുക്ക് 10.25 വണ്ടി ചോദിക്കുന്ന റേറ്റ്. 10.25 ഫുൾ ഓൺ. 10.25 10.5 ഫൈനലായിട്ട് കൊടുക്കാം. 10.5 ഫൈനലായിട്ട് കൊടുക്കാം. 19 മോഡല് W7, അതും പുഷ് ബട്ടണും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. എത്ര കിലോമീറ്റർ? നിലവിൽ 1 സംതിങ് ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ആണ്. A to Z ഷോറൂമിൽ നിന്ന് മാത്രം സർവീസ്. 10 സർവീസ് ഉണ്ട്. ധൈര്യപ്പെട്ടെടുക്കാം. ഫുള്ള് ലോൺ 6 എയർ ബാഗ്, അതായത് ആസ്റ്റ ഓപ്ഷനല്. ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു ഓപ്ഷൻ ഇല്ല. പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, DRL, റണ്ണിംഗ് ലൈറ്റ്, 4 പുതിയ ടയർ, കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ വരുന്ന നല്ല അടിപൊളി ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആട്ടോ. 16 മോഡല്, 16 ലാസ്റ്റ് ആണ്. 16 ലാസ്റ്റ് ഡീസൽ. 60-40 നമുക്ക് ഇനിയിപ്പോ യാത്രയിലൊക്കെ വേണമെങ്കിൽ ഫോൾഡ് ചെയ്യാനൊക്കെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ലൈറ്റ് നമ്മൾ ചെറുതായിട്ടൊരു പൊട്ടുണ്ട്, അത് നമ്മൾ മാറ്റി കൊടുക്കും കേട്ടോ. പുതിയത് വരുത്തിയിട്ടുണ്ട്, ഓർഡർ ചെയ്ത് എത്തിയിട്ടുണ്ട്, സാധനം മാറ്റി കൊടുക്കും. നമ്പർ നോക്കി നിങ്ങള്, നല്ല അടിപൊളി നമ്പർ, സിംഗിൾ ഓണർ, ഫുൾ കമ്പനി സർവീസ്, വെൽ മെയിൻറ്റൈൻഡ്. ഡീസൽ ആണ്. i20 ആസ്റ്റ ഓപ്ഷനിൽ 17 ലാസ്റ്റ് മോഡൽ. കിലോമീറ്റർ 1 ലാക്ക് ഓടിയിട്ടുണ്ട്. നമുക്ക് ഡീസലോ പെട്രോളോ? ഡീസൽ. മൈലേജ് എന്തായാലും 18 മോഡൽ. 18 കിലോമീറ്റർ വരെ മൈലേജ് എന്തായാലും കിട്ടും. ലോങ് ഡ്രൈവിൽ 20 കിട്ടും. ടോപ്പ് ആൻഡ് 6 എയർ ബാഗ്, ബട്ടൺ സ്റ്റാർട്ട്, നാവിഗേഷൻ വരുന്ന വാഹനം. നമുക്ക് 6,60,000 രൂപ കൊടുക്കാം. 17 ആട്ടോ, 17 6,60,000 ഫുള്ള് ലോൺ. ചിലപ്പോ 7 ലക്ഷത്തിന്റെ മുകളിൽ ലോൺ ചെയ്യാൻ പറ്റും കസ്റ്റമർക്ക്. അപ്പോ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കണ്ട. അങ്ങോട്ടൊരു 50-70 നമുക്ക് കസ്റ്റമർക്ക് കണക്കൂട്ട് കൊടുക്കും. പറ്റൂല. അതെ. അടുത്ത ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ നല്ലൊരു കിഡ്കാച്ച് വൈറ്റ് ഫുൾ ലോഡ് വണ്ടി പരിചയപ്പെട്ടിരുന്നു. ഇത് റെഡില് ഫുൾ ലോഡ് എന്ന് മാത്രം പറഞ്ഞാൽ പോലെ ഈ വാഹനം CNG പെഡൽ ഷിഫ്റ്റിങ്ങും സൺറൂഫും, അതുപോലെ തന്നെ CNG 18 കിലോമീറ്റർ മൈലേജ് കൺഫേമും കിട്ടുന്ന വണ്ടിയാ. ഇതില് പുതിയ ടയർ CNG നമുക്കിപ്പോ വന്നിട്ടുള്ളൂ. വണ്ടി ഇപ്പൊ എത്തിയിട്ടുള്ളൂ. 2014 ഡിസംബർ വണ്ടിയാണ്. ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, പെഡൽ ഷിഫ്റ്റിംഗ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എല്ലാ ഓപ്ഷനും വരുന്ന വാഹനം. CVT ഗിയർ ബോക്സ്, CVT ഓട്ടോമാറ്റിക്. ഇപ്പൊ വന്നിട്ടുള്ളൂ. സർവീസ് ഇന്റഗ്രേഷൻ ചെയ്തിട്ടില്ല. ചെറിയ മുഷിപ്പൊക്കെ ഉണ്ടാവും, അത് ക്ഷമിക്കുക. നമ്പർ കാണേണ്ട ആവശ്യമില്ല. നമ്പർ നിങ്ങൾ മറക്കൊന്നുമില്ല കേട്ടോ. നല്ല ഫാൻസി നമ്പർ. CNG ആയിട്ട് നിങ്ങൾക്ക് സ്പേസ് പോകുന്ന പേടിയും പേടിക്കണ്ട. 2 കാര്യമാണ് CNG ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് കുറയുക. ഒന്ന് ബാക്കിലെ ഡിക്കി സ്പേസ്, 2 പെർഫോമൻസിന്റെ കുറവ്. ആ പെർഫോമൻസിന്റെ കുറവ് ഇല്ലാതെക്കാൻ വേണ്ടിട്ട് ഇവര് എക്സ്ട്രാ ഒരു ECM കൂടി ഇതിൽ ചെയ്തിട്ടുണ്ട്. ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പെഡൽ ഷിഫ്റ്റിംഗ് ഉണ്ട്. അടിപൊളി നമ്പറാണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല. നല്ല പെട്രോൾ ഇപ്പൊ ചെയ്തിട്ടുള്ള 6 മാസമായിട്ടുള്ള CNG കിറ്റ് കയറ്റിയിട്ട് അതിന്റെ മറ്റേ കാലിബ്രേഷൻ വാറണ്ടിയും കാര്യങ്ങളൊക്കെ നിലവിലുണ്ട്. ഈ വാഹനത്തിന്റെ ബില്ലും കാര്യങ്ങളും അതും ഉണ്ട്. ഇത് നമുക്ക് 6.5 ലക്ഷം രൂപ നമ്മൾ ചോദിക്കുന്ന റേറ്റ് കുറച്ചു കൊടുക്കാം. 1,02,000 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി ഉണ്ട്. ടയർ ഭാഗങ്ങൾ ഫുള്ളാണ്. ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ്, കഴിഞ്ഞ മാസം എടുത്ത ഇൻഷുറൻസ് ആണ്. 25 വരെ ഇൻഷുറൻസ് വാലിഡിറ്റി ഉണ്ട്. വേറെ വണ്ടി വെൽ മെയിൻറ്റൈൻഡ്, നല്ല സൺറൂഫ് കാര്യങ്ങള്, CVT ഓട്ടോമാറ്റിക്, CNG, മൈലേജ്, കുറഞ്ഞ മെയിൻ്റെനൻസ്. എത്ര നമ്മൾ ചോദിക്കുന്നത്? 6.5 ലക്ഷം രൂപ. 6.5 ലക്ഷം രൂപയിൽ നമുക്ക് ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റില്ല. ഒരു 5.5 ലക്ഷം വരെ ലോൺ ചെയ്യാം. 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ 2 ഡസ്റ്റർ, മൂന്നാമത്തെ ഡസ്റ്റർ ഉണ്ട്. വേറൊരു ഡസ്റ്റർ ഉണ്ട് കളർ ചേഞ്ച് ഉള്ളത്. ഇത് 2019 മോഡല്, 70,000 കിലോമീറ്റർ, 85 സിംഗിൾ ഓണർഷിപ്പ്, ഫുൾ ഓപ്ഷൻ വണ്ടി. RXZ സിംഗിൾ ഓണർഷിപ്പ് ഉള്ളതാണ്. 85 ഫുൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ചിന്തിക്കാൻ ആവശ്യമില്ല. നല്ല അടിപൊളി കുഴപ്പമില്ലാത്ത കണ്ടീഷനാണ് വണ്ടി. നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. ടയർ കണ്ടീഷന് ബാക്കിലൊരു 70% ഉണ്ട്. ഫ്രണ്ട് ടയർ ഒരു 90% ടയർ ഉണ്ട്. RXZ അറിയുമ്പോ
ഡുവൽ എയർ ബാഗ്, ABS ബ്രേക്ക്, അലോയ് വീല്, ബാക്ക് വൈപ്പർ, ഡീഫോഗർ, ഫോഗ് ലാമ്പ്, പ്രൊജക്ടർ ലാമ്പ്, അതുപോലെ തന്നെ ക്രൂസ് കൺട്രോൾ, ഹൈറ്റ് അഡ്ജസ്റ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ വരുന്ന കേട്ടോ ഈ വാഹനം. എത്ര നമ്മൾ ചോദിക്കണം? ഇത് നമുക്ക് 890 കൊടുക്കാം. 890 ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ കൊണ്ടുപോട്ടെ ആളുകൾ. 85 നല്ലൊരു ടെസ്റ്റർ അല്ലേ? അതുകൊണ്ട് i20 ഫ്ലൂയിഡിക് അല്ലേ? നമ്മൾ ഫസ്റ്റ് ജനറേഷൻ പരിചയപ്പെട്ടു, സെക്കൻഡ് ജനറേഷൻ ആണ്, പിന്നെ തേർഡ് ജനറേഷൻ i20 ഉണ്ട്, അതിന് ഫോർത്ത് ജനറേഷൻ എല്ലാ ജനറേഷനും നമുക്ക് ഇവിടെ ഉണ്ട്. ഇതെങ്ങനെയായിരുന്നു? ഇത് 2013 ലാസ്റ്റ്, സെക്കൻഡ് ഓണർഷിപ്പ്, 1,00,000 കിലോമീറ്റർ, ഡീസൽ മാഗ്ന, i20 മാഗ്ന. അതായത് നമ്മൾ സ്വിഫ്റ്റിലൊക്കെ മിഡിൽ ഓപ്ഷൻ പറഞ്ഞ വീഡിയോ ആ ഒരു ഓപ്ഷൻ, AC പവർ സ്റ്റാരിങ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, കമ്പനി സെറ്റ് ഒഴിവാക്കിയിട്ട് ഒരു ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്. അടിപൊളി സീറ്റ് കവർ ഉണ്ട്. ടയർ കണ്ടീഷൻ ആവറേജ് ഉള്ളൂ, വലിയ കണ്ടീഷൻ പറയാൻ മാത്രമുള്ള ടയർ ഇല്ല. മെക്കാനിക് കാര്യങ്ങള്, ഉൾഭാഗം കാര്യങ്ങളൊക്കെ വെൽ മെയിൻറ്റൈൻഡ് ക്വാളിറ്റി ഉള്ള വാഹനം. റീപ്ലേസ്, ആക്സിഡന്റ്, ഫ്ലഡ് ഒന്നും വാഹനത്തിലില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ടയർ കമ്മിയാണ്, അത് മാത്രമേ ഇതിന് മൈനസ് ആയിട്ട് പറയാനുള്ളൂ. ബാക്കിയൊക്കെ പക്കയാണ്. ഇൻഷുറൻസ് പുതിയതുണ്ട്. 290 ഈ വാഹനം കൊടുക്കാൻ പറ്റും. 2.5 to 2.25 വരെ ലോൺ ചെയ്യാം. 2.5 കൺഫേം ആയിട്ട് ലോൺ ചെയ്യാം. പിന്നെ വണ്ടി ഇറക്കാൻ പറ്റും. അതും ഡീസലിൽ 18-20 കിലോമീറ്ററിന്റെ അടുത്ത് മൈലേജ് കിട്ടുന്ന വാഹനം. വെൻഡോ ഓട്ടോമാറ്റിക്, പെട്രോൾ ഓട്ടോമാറ്റിക്, 50,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. DSG ഗിയർ ബോക്സ്, 1.2 ലിറ്റർ വരുന്ന ഏറ്റവും ടോപ്പ് വേരിയന്റിൽ നമുക്കതിന് ഈ ഓപ്ഷനിൽ GT പെട്രോൾ, GTയുടെ എഞ്ചിൻ വരുന്ന വാഹനം, 7 സ്പീഡ് 1.2 ലിറ്റർ എഞ്ചിന്. നല്ല കിടുക്കാച്ചി പെർഫോമൻസ് മാത്രമല്ല, ഈ വാഹനം നമുക്ക് യാത്രാ കംഫർട്ട് ആണ് ഇതിൽ കൂടുതൽ. ഏറ്റവും വലിയ വോൾക്സ്വാഗന്റെ പോളോക്ക് വരുന്ന മൈനോട്ട് കംപ്ലൈന്റ് ആണ്. കംപ്ലൈന്റ് അല്ല, മൈനസ് എന്ന് പറയുന്നത് ബാക്കിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഹാഷ്ബാക്ക് അല്ല, സീറ്റിംഗ് കപ്പാസിറ്റി കുറവാണ്. അതായത് നമ്മള് ഫ്രണ്ടിൽ ഇരിക്കുന്ന ആളുകൾ അത്യാവശ്യം ഹൈറ്റ് വെയിറ്റ് ഉള്ള ആളുകളാണ് ബാക്കിലോട്ട് നീക്കിയിട്ട് കഴിഞ്ഞാൽ പിറകിലിരിക്കുന്ന ആളുകൾക്ക് ലെഗ് പേസ് വളരെ കുറവായിരിക്കും. ആ ഒരു പരിഹാരം ഇതിനൊരു ബെസ്റ്റ് ചോയ്സ് ആണ് വെൻഡോ ഓട്ടോമാറ്റിക്. അടിപൊളി വണ്ടി. വെൻഡോ ഡീസലും നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്, 17 മോഡൽ. ഇത് പെട്രോൾ ആണ്, 14-15 എന്റെ പേരിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. RC ഒക്കെ വന്നിട്ടുണ്ട്. ഇൻഷുറൻസ് പുതിയ എടുത്തിട്ട് 4.5 രൂപ കൊടുക്കാൻ പറ്റും. 4.5 രൂപ. ആകെ 50 സംതിങ് ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക് DSG ഗിയർ ബോക്സ്, 7 സ്പീഡ്. ഇതിന്റെ ഡീസൽ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഇത് 3.25 ലക്ഷം രൂപ ലോൺ കിട്ടും. ഡീസൽ ഇപ്പൊ പോളിഷിലാണ്, അത് കഴിഞ്ഞ ഡീസൽ എത്തും. ഫുള്ള് ലോണും 1 ലക്ഷം ക്യാഷ് ബാക്കും ഉണ്ട് കേട്ടോ ഡീസലിൽ. അടുത്ത നമുക്ക് ചെറിയ പൈസക്ക് ഒരു 7 സീറ്റർ വേണ്ടവർക്ക്, അതെ, ചെറിയ മെയിൻ്റെനൻസും നല്ല മൈലേജും, അതെ അതെ, കുറെ ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് മഹീന്ദ്ര SUV 300. അതും സിംഗിൾ ഓണർ, 16 ലാസ്റ്റ്, ഏറ്റവും ടോപ്പ് എൻഡ്, ഡീസലാണ്, സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി, 4 ടയർ പുതിയത്, വേറെ റീപ്ലേസ് അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. അടിപൊളി ലെതർ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി നിങ്ങൾക്ക് എടുത്തിട്ട് വേറെ പഠിക്കാനൊന്നും നിലവിലൊന്നുമില്ല. എക്സ്ട്രാ സീറ്റ് കവർ ചെയ്യുക, ഫ്ലോർ മാറ്റ് ചെയ്യുക, അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. W8 എന്ന് പറയുമ്പോൾ ഇതിന്റെ ഏറ്റവും ടോപ്പ് വേരിയന്റ്. 6,20,000 രൂപ നമ്മൾ ചോദിക്കുന്ന റേറ്റ്. 6 രൂപ നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. 6 രൂപക്ക് വണ്ടി കൊടുക്കാൻ പറ്റും കേട്ടോ. കസ്റ്റമർക്ക് 6 ലക്ഷം രൂപ തന്നെ ലോണും ചെയ്യാം. ഫുൾ ഓൺ ചെയ്യാം. ഡീസലാണ്, സർവീസ് ബുക്ക് ഉണ്ട്, സെക്കൻഡ് ചാവി ഉണ്ട്, സിംഗിൾ ഓണർ ആണ്, റീപ്ലേസ് ഇല്ല, കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വാഹനം. ഇടയിൽ ഒരു ചെറുവാഹനം ഓൾട്ടോ 800 നമ്മളിതൊരു പാർക്ക് ആൻഡ് സെയിൽ ഉള്ള വാഹനമാണ്. 2013 ലാസ്റ്റ്. ഇതിന് ഗ്ലാസും ബോണ്ടും റീപ്ലേസ് ഉണ്ട്. ഷോറൂമിൽ ഹിസ്റ്ററി ഉണ്ട്, നോക്കിയിട്ട് പോന്നാൽ മതി. വേറെ മേജർ ആയിട്ടുള്ള ഇടി കുത്ത് പരിക്കൊന്നുമില്ല. ഈ വാഹനം നമുക്ക് 1.60 ആണ് റേറ്റ്. LXI ആണ് ഓപ്ഷന്. AC പവർ സ്റ്റാരിങ്, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് ചെയ്തിട്ടില്ല. സെൻട്രൽ ലോക്കും കമ്പനി സെറ്റും ആണ്. ഈ വാഹനത്തിൽ VXI എന്നുള്ള ഓപ്ഷനിൽ വ്യത്യാസം, മാറ്റം വരുന്നത്. ബാക്കിയെല്ലാം ഇതിൽ വരുന്ന അതേ ഓപ്ഷനിൽ 2 ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ. ഇതിന് ശ്രീരാമിൽ ഇപ്പൊ ലോൺ ഉണ്ട്. കസ്റ്റമർക്ക് 1.40 ക്ലോസ് ചെയ്യാണ്ട് 1.60 ഈ വണ്ടി കൊടുക്കാൻ പറ്റും. ഈ വാഹനം കസ്റ്റമർ എടുത്തപ്പോ ഈ മെയിൻ ഗ്ലാസും ബോണ്ടൊന്നും റീപ്ലേസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് 2.30 എടുത്ത കസ്റ്റമറാണ്. അവരറിയാതെ എടുത്താണ്. നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ പക്ക. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ബെനിഫിറ്റ് കുറഞ്ഞിട്ടാണ് കസ്റ്റമർക്ക് കിട്ടുക. ഈ വാഹനത്തിന്റെ ഈ ഒരു ഗ്ലാസ് ബോണ്ട് റീപ്ലേസ് ചെയ്തതിന്റെ ബലപ്പാകത്തിലാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത്. ഉള്ളിലോട്ട് പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. 1.60 ധൈര്യപ്പെട്ട് എടുക്കാൻ പറ്റും. അടുത്തതാണോ
ഫുള്ള് ലോണും ചെയ്യാം കേട്ടോ. ഫുള്ള് ലോണും അല്ലേ. അടുത്ത നമ്മൾ SUV 500 500 ഒരു റീപ്ലേസും ഇല്ല, ആക്സിഡന്റ് ഇല്ല. നേരത്തെ നമ്മൾ പരിചയപ്പെട്ടതിന് തൊട്ട് മുമ്പത്തെ ജനറേഷൻ. അത് കഴിഞ്ഞിട്ട് വരുന്ന 16 ഫേസ് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇതിന്റെ ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ ആകെ ഹെഡ്ലൈറ്റ് ഗ്രില്ലും ബമ്പറും മാത്രം മാറ്റി, ചെറിയ പൈസക്ക് നമുക്ക് മാറ്റി ചെയ്യാം. ഇത് 2012 ലാസ്റ്റ് വണ്ടി. അതും നമുക്ക് ഒറിജിനൽ കേരള വാഹനം കേട്ടോ, റീവണ്ടി അല്ല, കേരള വണ്ടിയാണ്. ടോപ്പ് എൻഡ് ഓപ്ഷൻ, ലെതർ സീറ്റ്, 8 എയർ ബാഗ്, ABS ബ്രേക്ക്, അലോയ് വീല്, ബാക്ക് വൈപ്പർ ഒക്കെ വരുന്ന വാഹനം. 7 സീറ്റർ എന്ന് പറഞ്ഞാൽ XUV നമുക്ക് യാത്രാ കംഫർട്ട് കൂടാനുള്ള ഒന്നാമത്തെ റീസൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വാഹനത്തിന്റെ ബാക്കിലും ഫ്രണ്ടിലും സസ്പെൻഷനാണ് വരുന്നത്. മറ്റേ നമുക്ക് മറ്റുള്ള വാഹനങ്ങൾ പോലെയല്ല, അലൈൻമെന്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം നമുക്ക് സർവീസ് കോസ്റ്റും കൂടുതലാണ്, അതിൻ്റെതായ യാത്രാ കംഫർട്ടും കൂടുതലാണ്. അതുകൊണ്ട് അലൈൻമെന്റ് ചെയ്യാൻ ചെലവ് കൂടുതലാണ്. കാരണം ബാക്കിലും ഫ്രണ്ടിലും അലൈൻമെന്റ് വരുന്ന ഓപ്ഷനാണ് ഈ വാഹനം. W8 ഏറ്റവും ടോപ്പ് എൻഡ്, ഒരു ക്ലെയിമും റീപ്ലേസും ആക്സിഡന്റും കാര്യങ്ങളൊന്നുമില്ല. 1.5 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. ഇപ്പോ ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ആണ്. 4,50,000 വരെ ലോൺ കിട്ടും. 5,25,000 രൂപക്ക് വണ്ടി കൊടുക്കാം. 5,60 നമ്മുടെ റേറ്റ്, 5,15 ലക്ഷം രൂപ കൊടുക്കാം. റീപ്ലേസ് ഇല്ലാത്ത കേരള വണ്ടിയാണ്. അതിൽ നമുക്ക് 4.5 ലക്ഷം വരെ ലോൺ ചെയ്യാം. 4 ലക്ഷം ലോൺ ചെയ്യാം. അങ്ങനെ നമ്മൾ 4ാമത്തെ ഡസ്റ്ററിലേക്ക് 19 റേസർ, 18 മോഡല്, 3rd ഓണർഷിപ്പ്, 55,000 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട്. 4 ടയർ, ഒരു 90% ഉപയോഗിക്കാൻ പറ്റുന്ന ടയർ ഉണ്ട്. ആക്സിഡന്റ്, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല. 18 മോഡൽ, 19 റേസർ കേട്ടോ. RS S ആണ്, 85 RS S. RS L-ഉം RS Z-ഉം RS X-ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ സ്റ്റാരിംഗ് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ വരും, അതുപോലെ തന്നെ കമ്പനി മിറർ ഫോൾഡിങ് വരും. ഈ 3 കാര്യത്തിൽ ഉണ്ടാവില്ല. ഇത് 3ഉം അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ടച്ച് സ്ക്രീൻ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അടിപൊളി സീറ്റ് കവർ, ബട്ടൺ കാര്യങ്ങളൊക്കെ വരുന്ന നല്ല സബ് ആമ്പ് കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ്. പിന്നെ ഭയങ്കര ബോഡി വെയിറ്റ് ആണ് വണ്ടി, ബോഡി വെയിറ്റ് ഉള്ള വാഹനം. ഈ വാഹനം നമുക്ക് ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. ഫുള്ള് ലോൺ ചെയ്ത്. കിലോമീറ്റർ വന്നത് 55,000 ഡീസൽ ആണ്. 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. 85 ആണ്. ലോ മെയിൻ്റെനൻസ് ആണ്. അടുത്തൊരു സെഡാൻ അല്ലേ? സെഡാൻ. നമ്മുടെ എത്തിയോസ് പരിചയപ്പെട്ടാണ്. ലിവ 2 പരിചയപ്പെട്ടു. മൂന്നാമത്തെ അതിന്റെ സെഡാനും ആണെന്നുള്ളത്. സെഡാനും ഉണ്ട്. ഡീസൽ അല്ലേ? ഡീസൽ. നമ്മൾ കൂടുതലും ടാക്സി പെർമിറ്റ് അങ്ങനെ ആളുകളാണ് കൂടുതൽ എടുക്കുക. അതിന്റെ ഒരു കാരണം മൈലേജ്, ലോ മെയിൻ്റെനൻസ്. അതായത് ഈ വാഹനത്തിനൊന്നും 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷത്തിലൊന്നും സർവീസ് കാര്യങ്ങളൊന്നും വരേണ്ട ആവശ്യമില്ല, ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്കിങ്ങനെ കറക്റ്റ് ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2016 ലാസ്റ്റ് വണ്ടി. വെൽ മെയിൻറ്റൈൻഡ്, വേറെ തട്ടും മേജർ ആക്സിഡന്റും ഇതൊന്നും ഇല്ല വണ്ടിയിൽ. കമ്പനി ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. 4 സസ്പെൻഷനും കമ്പനിയിൽ നിന്ന് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ എയർ ബാഗ്, ABS, ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്രൈവറ്റ് വണ്ടിയാണ്. ഇത് റീവണ്ടി ആയിരുന്നു, അവിടെ പ്രൈവറ്റ് ഉള്ള വാഹനമാണ്. അത് നല്ല നമ്പറുമാണ്, ഫാൻസി നമ്പർ 2200, നല്ല നമ്പറാണ്. 5,25 നമ്മുടെ റേറ്റ് പറഞ്ഞത്. 5 മാക്സിമം നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു 4.5 വരെ ലോൺ, 4 രൂപ വരെ ലോൺ ചെയ്യാം. കസ്റ്റമർ 4 രൂപ വരെ ലോൺ ചെയ്യാം. വീണ്ടും നമ്മൾ TUV ആണ്. നേരത്തെ നമ്മള് വൈറ്റ് ആണ് പരിചയപ്പെട്ടത് അല്ലേ? അതാണ് നമ്മൾ ഓരോന്നിനും ഓരോ കളർ ചേഞ്ച് എടുക്കുക. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് കുറഞ്ഞ മെയിൻ്റെനൻസ്, നല്ല മൈലേജ്, 7 സീറ്റർ. പിന്നെ ഒരു കാര്യം, ഈ വാഹനം എടുക്കുമ്പോൾ ഈ ക്രിസ്റ്റക്കും ഇതിനൊന്നും വരുന്ന അത്ര ഇൻഷുറൻസ് ഒന്നും വരില്ല. റിഡ്സിനും ഷിഫ്റ്റിനും ഇറ്റിയോസിനും ഒക്കെ വരുന്ന അതേ സാധാരണക്കാരന് പറ്റുന്ന നല്ലൊരു വലിയൊരു ഫാമിലിക്ക് കൊണ്ടെടുക്കാൻ പറ്റുന്ന W8 ആട്ടോ. W8 ഫുൾ ഓപ്ഷൻ, T8 എന്ന് പറയും. അല്ലെങ്കിൽ എയർ ബാഗ്, ABS, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, ഫോഗ് ലാമ്പ്, എല്ലാ ഓപ്ഷനും വരുന്ന വാഹനം. ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല. ചെറിയൊക്കെ എടുത്തിട്ട് പോന്നാൽ മതി. നല്ല നമ്പറാണ് 5919. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ വൈറ്റും ബ്ലാക്കും ഉണ്ട് നമ്മുടെ കയ്യില്. ഏത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. കൂടുതൽ ആളുകൾ ഡാർക്കിലേക്ക് ഇങ്ങനെ പോകുന്ന ഒരു കാലഘട്ടമാണ്. ഒരു ഡാർക്ക് എഡിഷനോട് ഒരു പ്രത്യേക ഇഷ്ടം. അതിൽ ഈ ലക്ഷറി വണ്ടികൾ മൊത്തം ഡാർക്ക് എഡിഷൻ ആണ് കൂടുതൽ ഇറങ്ങുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ബെൻസ് ആണെങ്കിലും
BM ആണെങ്കിലും അധികം ഇറങ്ങുന്നതും ബ്ലാക്കിലോട്ടാണ് വരുന്നത്. ഓക്കെ. അപ്പൊ ആളുകൾക്ക് പക്ഷെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടിടക്കാൻ കുറച്ചും കൂടി പ്രയാസം കേട്ടോ. ചെറിയൊരു പൊടിയായി തന്നെ ചെറിയ പൊടിയായി തന്നെ എടുത്ത് കാണിക്കും. ഇടക്കിടക്ക് കൈക്ക് തുടക്കാൻ കഴിയുമെങ്കിൽ മാത്രം എടുത്തുകൊണ്ടായാൽ മതി. ഇത് നല്ല ഏത് വണ്ടിയാണെങ്കിലും. പക്ഷെ വേറെ റീപ്ലേസ് ഇല്ല, ആക്സിഡന്റ് ഇല്ല, സെക്കൻഡ് ഓണർ ആണ്, ഫുൾ നമുക്ക് മെക്കാനിക് കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ്. വേറെ ഒരു റീപ്ലേസും വണ്ടിയിലില്ല. റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി സീറ്റ് കവർ ഉണ്ട്. നമുക്ക് ഈ വാഹനം 590 ആസ്കിങ്. മാക്സിമം റേറ്റ് കുറച്ചെടുക്കുക, ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കുക. അതും ഫുൾ ലോൺ. സർവീസ് ബുക്ക് ഉണ്ട്, സെക്കൻഡ് ജാബ് ഉണ്ട്, സെക്കൻഡ് ഓണർ ആണ്. ഹിസ്റ്ററിക്ക് എടുത്തിട്ട് പോന്നാൽ മതി. ഫുൾ വെൽ മെയിൻറ്റൈൻഡ് വാഹനം. അടുത്തതാണ് നമുക്ക് വീണ്ടും ഒരു ഒറിജിനൽ കേരള. നമ്മൾ നേരത്തെ ഇടയിൽ നമ്മളൊരു ബ്ലാക്ക് വന്നപ്പോ സങ്കടപ്പെട്ട ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ ആ വണ്ടിക്ക് ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്തിട്ടുണ്ട്. അതിന്റെ നമ്പർ 7677. ഇത് നമ്മള് 2009 മോഡല്, സിംഗിൾ ഓണർ, പക്കാ കേരള വണ്ടി. ടയറൊക്കെ നോക്കി ടയർ, മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് നമുക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. 1.5 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് അല്ല, 1.5 ലക്ഷം രൂപ അധികം ചെലവാക്കിയ ഈ വണ്ടി നമുക്ക് ഫ്രണ്ട് ലെജൻഡറിലോട്ട് മാറ്റാൻ പറ്റും. ഇപ്പൊ വന്ന കണ്ടീഷനാണ്, ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ ലെജൻഡറിലോട്ട് മാറ്റാൻ പറ്റും. ഇതിന്റെ ഗ്രില്ല്, പമ്പർ, ഹെഡ്ലൈറ്റ്, ഫണ്ണർ, ബോണ്ട് അടക്കം മാറിയിട്ട് പുതിയ ലെജൻഡറിലോട്ട് നമുക്ക് ഫ്രണ്ട് ടൈപ്പ് മാത്രം മാറ്റാൻ ആകെ 1.5 ലക്ഷം രൂപ പെയിന്റിംഗ് അടക്കം ചെയ്തെടുക്കാൻ പറ്റും. വണ്ടി നമ്മൾ എടുത്തിട്ട് ഒന്നും ടച്ച് ചെയ്യേ പോളിഷ് ചെയ്യേ ഒന്നും ചെയ്തിട്ടില്ല. വന്ന കണ്ടീഷനാണ്. ഇവിടെ നമുക്ക് കമ്പനി ഹിസ്റ്ററി കേട്ടോ. 5000 10,000 ഇതിന്റെ സീറ്റുകളൊക്കെ നമ്മൾ അടിച്ച് പുതിയ സീറ്റുകൾ കൊടുക്കും. മെക്കാനിക് കാര്യങ്ങളൊക്കെ ഫിറ്റ്. 5000 10,000 3.5 ലക്ഷം കിലോമീറ്റർ. ഈ 2024 5-ാം മാസം 8-ാം തീയതി കമ്പനിയിൽ നിന്ന് സർവീസ് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി, ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ്, 2 പുത്തൻ ടയർ. വണ്ടി ക്വാളിറ്റി വണ്ടി. നമുക്ക് 3.5 ലക്ഷം കിലോമീറ്റർ ഓടി മീറ്ററിൽ നോക്കിയാൽ പോലും അറിയില്ല, അത്രയും ക്വാളിറ്റിയാണ്. വണ്ടിന് കൊണ്ടുപോയിക്കോട്ടെ ഷോറൂമുകൾ, ടയോട്ടന്റെ ഷോറൂമുകൾ കൊണ്ടുപോയിട്ട് മൊത്തം ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അത്രയും ഗ്യാരണ്ടിയാണ്. പിന്നെ ഒരു 1.5 ലക്ഷം രൂപ കൂടി മുടക്കണമെങ്കിൽ ലെജൻഡറാക്കി കൊണ്ടുപോകാം. പിന്നെ പേടിക്കാൻ എന്താ, ഇന്ന് വണ്ടി എടുക്കണമെങ്കിൽ 55 ലക്ഷം 60 ലക്ഷം കൊടുക്കുന്ന വണ്ടിക്ക് ഒരു 9.5 ലക്ഷം രൂപക്ക് ഈ വണ്ടി കൊടുത്തിട്ട് 11 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ലെജൻഡറിലാണ് കൊണ്ടുപോകാം. 10-20 ലക്ഷം ലാഭിക്കാൻ പറ്റും. 20 40 ലക്ഷം ലാഭിക്കാം. 60 ലക്ഷം രൂപ അടുത്ത് വരുന്നുണ്ട് ഇപ്പൊ ലെജൻഡറിന്റെ. ഒരു കളർ ചേഞ്ചിൽ ഗോൾഡ് ഫിനിഷ് ആണ് വരുന്നത്. എല്ലാം ഒരു കളർ ചേഞ്ച്. ഒരേ കളറിലെ 2 വണ്ടി ഇല്ല ഇപ്പൊ നമ്മൾ. എല്ലാം കളർ ചേഞ്ച് ഉള്ളതാണ്. ഒന്ന് വൈറ്റ് ആണെങ്കിൽ ഒന്ന് ബ്ലാക്ക്, ഒന്ന് സിൽവർ ആണെങ്കിൽ ഒന്ന്. അപ്പൊ ഏത് കളർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇത് 11 ഡിസംബർ വണ്ടി. 11 ഡിസംബർ ആണ് വണ്ടി. ഡീസലാണ്. നല്ല ക്ലീന് ടച്ച് സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അടിപൊളി സീറ്റ് കവർ, ഉൾഭാഗവും കാര്യങ്ങളൊക്കെ വെൽ മെയിൻറ്റൈൻഡ് വണ്ടി. നല്ല ക്വാളിറ്റിയുള്ള വണ്ടി കേട്ടോ. 2011 ലാസ്റ്റ് ആട്ടോ വണ്ടി. 11 ഡിസംബർ വരുന്ന വണ്ടി. ഡോറ് റീപ്ലേസ് ഉണ്ട്, ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. 2000 ഇത് 11 ആണെങ്കിൽ തന്നെ 14 ഇവിടെ നമ്പറായ വണ്ടിയാണ്. അത്യാവശ്യം കാലമായിട്ട് കേരളത്തിലുള്ള വണ്ടിയാണ്. അതായത് 10 കൊല്ലമായിട്ട് കേരളത്തിൽ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 1.20 1.30 അടുത്ത് കൂടിയുണ്ട്. 3.25 കൊടുക്കാം. 3.25 കൊടുക്കാം. ഇറ്റിയോസ് ബാക്ക് ഡിക്കി ഉള്ളത് 20 കിലോമീറ്ററിന്റെ മുകളിൽ മൈലേജ് കിട്ടും. വളരെ ലോ മെയിൻ്റെനൻസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നിലവിൽ 3rd ഓണർഷിപ്പ് ആണ് കേട്ടോ. ലോൺ ഒരു 2.5 വരെ ലോൺ നമുക്ക് ചെയ്യാം. 2.5 വരെ ലോൺ ചെയ്യാം. അതെ. അടുത്താണ് ഒരു ഫ്ലൂയിഡിക്ക് വരണ 1.6 ആണിത്. 1.6 XX ഓപ്ഷൻ വരുന്ന ഏറ്റവും ടോപ്പ് വേരിയന്റ്. ഡീസൽ ആണ്. 6 എയർ ബാഗ്, ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, നാവിഗേഷൻ, GPS എല്ലാ ഓപ്ഷനും വരുന്ന വാഹനാട്ടത്. കിലോമീറ്റർ 1.40 ഓടിയിട്ടുണ്ട്. 1.40 ഓടിയിട്ടുണ്ട്. ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്. 6 എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നതാണ് കേട്ടോ. അതായത് സ്റ്റാരിംഗ് കൺട്രോള്, ബട്ടൺ സ്റ്റാർട്ട്, കമ്പനി ലെതർ സീറ്റ്, സീറ്റിലും റൂഫിലും ഡാഷിലും ഒക്കെ എയർ ബാഗ് ടൈപ്പ് വരുന്ന ഓപ്ഷനാണ്. ഡീസലാണ്. ഒരു 18 കിലോമീറ്ററിന്റെ അകത്ത് മൈലേജ് കിട്ടും. വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ ഒന്നും വാഹനത്തിലില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോന്നാൽ മതി. ഡീസല് 11 ഡിസംബർ വണ്ടി, ലാസ്റ്റ് വണ്ടി. 3.20 നമുക്ക് 2.5 കൺഫേം ആയിട്ട് ലോൺ ചെയ്യാം. 2.25 വരെ നമുക്ക് പ്രതീക്ഷ ഉണ്ട് കേട്ടോ ലോൺ ചെയ്യുമ്പോൾ. അതും സ്വിഫ്റ്റ്. ഇത് 12-12 മാസം വരുന്ന വണ്ടി. ഡീസല് 2012 ലാസ്റ്റ് ആണ്
ഇപ്പൊ നിലവിൽ 1.24 ഓടിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ ഒന്നും വാഹനത്തിലില്ല. ഓക്കെ ടയർ കണ്ടീഷൻ ഒരു 60% മുകളിൽ ടയർ ഉണ്ട്. സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, അതുപോലെ തന്നെ കമ്പനി സെറ്റ്, റിവേഴ്സ് സെൻസർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ 12 ഷിഫ്റ്റിനൊക്കെ നമ്മൾ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു റീപ്ലേസ് ഉണ്ടാകലുണ്ട്. ഓക്കെ ഡോറോ അല്ലെങ്കിൽ ഗ്ലാസോ എന്തെങ്കിലും ഒരു റീപ്ലേസും വാഹനത്തിലില്ല. ഈ വാഹനം നമുക്ക് എന്ത് ചെയ്യുന്നു, 3,25,000 രൂപക്ക് വാഹനം കൊടുക്കാൻ പറ്റും. 3.25 ലോൺ ഏകദേശം നമുക്ക് എത്ര 2.60 വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അപ്പൊ അടുത്ത വീണ്ടും നമുക്കൊരു അഞ്ചാമത്തെ i20. ഇതെങ്ങനെയായിരുന്നു? ഇത് ഡീസല് 17 മോഡല് ഡീസൽ i20 എലൈറ്റ് ആണ്. 17 ലാസ്റ്റ് ആട്ടോ ഈ വണ്ടി. 88,000 കിലോമീറ്റർ ഡീസൽ ഓടിയിട്ടുണ്ട്. നിലവില് ഇറാൻ എന്നുള്ള ഓപ്ഷനാണ്. AC പവർ സ്റ്റാരിങ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിമോട്ട്, അതുപോലെ തന്നെ ടച്ച് സ്ക്രീന്, അലോയ് എയർ ബാഗ്, ABS അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഡീസലോ പെട്രോളോ? ഡീസല് ലോ കിലോമീറ്റർ 88,000 കിലോമീറ്റർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മോഡൽ നോക്കുമ്പോൾ ഡിപെൻഡബിളി കുറഞ്ഞ കിലോമീറ്റർ ആണ്. എത്ര നമ്മൾ ചോദിക്കുന്നത്? നമുക്ക് പുതിയ ഇൻഷുറൻസ് ഉണ്ട്. 5.5 ലക്ഷം രൂപ കൊടുക്കാം. നമുക്ക് 5 ലക്ഷം 5.25 ലക്ഷം രൂപയാണ് റേറ്റ് ഉള്ളത്. 5.5 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. 5.5 ലക്ഷം രൂപയിൽ ഒരു 5 ലക്ഷം രൂപ ലോൺ ചെയ്യാം. 50 രൂപ സുഖമായിട്ട് വണ്ടി ഇറക്കാൻ പറ്റും. തുടങ്ങി അതിന്റെ ഒരു ക്രോസ് മോഡൽ വേണമെങ്കിൽ i20 ആക്റ്റീവ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2018 മോഡൽ, സിംഗിൾ ഓണർ, ഫുൾ കമ്പനി സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. 6 എയർ ബാഗ് വരുന്ന ഓപ്ഷൻ ആണ്. അത് ഏറ്റവും ടോപ്പ് വേരിയന്റ്. സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 7,25,000 വരെ ലോൺ കിട്ടും. 6.90 വണ്ടി കൊടുക്കാം. 6.90 ക്യാഷ് ബാക്കിൽ വണ്ടി കൊടുക്കാം. ഇൻഷുറൻസ് പുതിയത് എടുത്തു കൊടുക്കാം കേട്ടോ. നിലവിൽ ഇൻഷുറൻസ് തീർന്നതിന്റെ പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം. ഇനിയിപ്പോ ഒരു 5-8 വണ്ടികൾ കയറാണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിക്കാം. ഒരുപാട് വണ്ടികൾ ഇപ്പൊ നമുക്ക് പോളിഷിലൊക്കെ ആയിട്ട് നമുക്ക് പെൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൊണ്ടുവരാം കേട്ടോ. അപ്പൊ നമ്മളിന്ന് RB മോട്ടോഴ്സിലായിരുന്നു. ടോട്ടൽ നമ്മൾ 50ഓളം വാഹനങ്ങളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അതിൽ നമുക്ക് SUV-കളാണ് കൂടുതൽ. നമുക്ക് ഫുൾ ഓണുള്ള ഇഷ്ടം പോലെ വാഹനങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ പിന്നെ ഒരു EMI അടക്കം നമുക്ക് കപ്പാസിറ്റി ഉണ്ടോ? നമുക്ക് ഇഷ്ടം പോലെ വാഹനങ്ങൾ കൊണ്ടുപോകാം. അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂരാണ്. അതായത് ഊട്ടി റോഡിലാണ്, പെരിന്തൽമണ്ണ ഊട്ടി റോഡിലാണ് നമ്മൾ ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. വണ്ടൂർ ടൗണിൽ നിന്നും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുമ്പോൾ റിലയൻസിന്റെ ട്രെൻഡ്സിന് വ്യാപാരി ഭവൻ റോഡിലാണ് നമ്മൾ ഈ ഒരു RB മോട്ടോഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ കൂടുതൽ എൻക്വയറീസും നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കോൺടാക്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. സ്മിർ റിയാസ് ആൻഡ് സമീർ സൈനിങ് ഓഫ്.